ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 27/10/24 നടന്ന കേരള ബാങ്ക് OA അറ്റൻഡൻറ്റ് പരീക്ഷയുടെ മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? പാരീസാണ്. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? പാരീസാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. ഇനി ബാക്കി വേദികളൊന്ന് നോക്കാം. 2020 ഇറ്റലി ടോക്കിയോ ജപ്പാനിൽ വെച്ചാണ് നടന്നത്. അത് കൊറോണ വൈറസ് കാരണം 2021 നടന്നത്. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് ജപ്പാനിലായിരുന്നു. അടുത്തത് 2024 ഒളിമ്പിക്സ് പാരീസ് ഫ്രാൻസിലായിരുന്നു. 2024 ഒളിമ്പിക്സ് പാരീസ് ഫ്രാൻസ്. 2028 ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് വെച്ചിട്ടാണ്. 2028 ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. 2032 ഒളിമ്പിക്സ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചിട്ടാണ്. 2032 ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ. അപ്പോൾ 2020 നടന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ്. 2024 ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ്. 2028 എവിടെയാണ്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. 2032 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫാണ്. അടുത്ത ചോദ്യം, 2024 G20 അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്ത പോയിന്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6ആണ്. നെക്സ്റ്റ് ചോദ്യം, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ UPS എന്താണ്? ഇത് പുതിയ പെൻഷൻ പദ്ധതിയാണ്. UPS എന്ന് പറയുന്നത് പുതിയ പെൻഷൻ പദ്ധതിയാണ്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നൽകിയ UPS എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ്. ആറാമത്തെ ചോദ്യം, ആനന്ദ് ഏഗർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? അദ്ദേഹം മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആളാണ്. ആനന്ദ് ഏഗർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? അദ്ദേഹം മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ആളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേരാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 എണ്ണമാണ്. കേരളത്തിൽ നിന്ന് 7 പേരാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഏതാണ്? നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിംഗ് ത്രോ, അതാണ് തെറ്റ്. നീരജ് ചോപ്രയ്ക്ക് 2024 പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണ് കിട്ടിയത്. ശരിയായതാണ് ഏത്? മനു ഭാക്കർ വെങ്കല മെഡല് 10 മീറ്റർ എയർ പിസ്റ്റളിൽ. മനു ഭാക്കറിന് വെങ്കല മെഡലാണ്. ഏത് ഐറ്റമാണ്? 10 മീറ്റർ എയർ പിസ്റ്റളിലാണ്. അടുത്തത് സ്വപ്നിൽ കുശാല് വെങ്കല മെഡലാണ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ. അടുത്തത് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ നേടി. അപ്പോൾ നീരജ് ചോപ്രയ്ക്ക് വെങ്കല മെഡൽ അല്ല, സിൽവറാണ് ജാവലിംഗ് ത്രോയിൽ കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് പാരീസ്. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഇത് പാരീസ്. 2020 എവിടെയായിരുന്നു? ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടായിരുന്നു. 2024 ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ട്. 2028 അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് നടക്കുക. 2032 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6ആണ്. അടുത്ത ചോദ്യം, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ UPS ഇതെന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ് UPS. അടുത്ത ചോദ്യം,
ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഇടം നേടിയത്. ആനന്ദ് ഏകർഷി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേരാണ്. കേരളത്തിൽ നിന്ന് 7 പേരാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. നീരജ് ചോപ്ര വെങ്കല മെഡൽ അല്ല കിട്ടിയത്. നീരജ് ചോപ്രയ്ക്ക് ജാവലിംഗ് ത്രോയിൽ സിൽവർ മെഡലാണ് കിട്ടിയത്. അടുത്ത പോയിന്റ്, മനു ഭാക്കറിന് വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ. സ്വപ്നിൽ കുശാലെ വെങ്കല മെഡല് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന് വെങ്കല മെഡലാണ് കിട്ടിയത്. അടുത്ത ചോദ്യം, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് പോളണ്ടും ഉക്രൈനും. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് പോളണ്ടും ഉക്രൈനും. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രചാരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രചാരണ പരിപാടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തന്മുദ്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. അടുത്തത്, മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. അടുത്ത പോയിന്റ്, 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പോൾ 2018 പദ്ധതി പ്രഖ്യാപിച്ചത്. ആരാണ് പ്രഖ്യാപിച്ചത്? പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്തത്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്തത്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് ആര്? മിന്നുമണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതു പേരിൽ അറിയപ്പെടുന്നു? കൈരളി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 14ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണിത്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. 15ാമത്തെ ചോദ്യം, ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ലൂയിസ് മഴ നിയമം? ക്രിക്കറ്റാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ലൂയിസ് മഴ നിയമം? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. 16ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി ആപ്പാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി ആപ്പ്. ഒന്നുകൂടെ നോക്കാം. 9ാമത്തെ ചോദ്യം, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് പോളണ്ടും ഉക്രൈനും. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രചരണ പരിപാടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തന്മുദ്ര. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഏത്? ഗഗൻയാൻ. അടുത്തത്, മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. അടുത്തത്, 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്തത്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, പിന്നെ വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അടുത്ത ചോദ്യം നോക്കാം.
കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണിത് മിന്നുമണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി. 14ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണിത്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. 15ാമത്തെ ചോദ്യം, ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം. 16ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവാഹിനി ആപ്പ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? വിദ്യാവാഹിനി ആപ്പ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താണ്? കുരുവിക്കൊരു കൂട്. 18ാമത്തെ ചോദ്യം, കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനമാണ് പ്രിയങ്ക. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനമാണെന്ത്? പ്രിയങ്ക. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ നേതാവായ നോബൽ സമ്മാന ജേതാവാണ് ആര്? മുഹമ്മദ് യൂനസ്. 20ാമത്തെ ചോദ്യം, ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 21ാമത്തെ ചോദ്യം, അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. 22ാമത്തെ ചോദ്യം, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് എന്ത്? ആശാഭവൻ. 23ാമത്തെ ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നഡ്ഡ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര്? ജഗത് പ്രകാശ് നഡ്ഡ. 24ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? കാറ്റ്ലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ്? കാറ്റ്ലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹാവിഷൂർ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ് ഹാവിഷൂർ. 26ാമത്തെ ചോദ്യം, 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട്. 18ാമത്തെ ചോദ്യം, കേരള സർവകലാശാല ഈയടുത്ത് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനത്തിന്റെ പേരാണ് പ്രിയങ്ക. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനമാണേത്? പ്രിയങ്ക. 19ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസ്. 20ാമത്തെ ചോദ്യം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ്? സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകിയതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിനെക്കുറിച്ചാണ് സ്കൂൾ വിദ്യാഭ്യാസം. 21ാമത്തെ ചോദ്യം, അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. 22ാമത്തെ ചോദ്യം, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ.
അടുത്ത ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നഡ്ഡ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നഡ്ഡ. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് കാറ്റ്ലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ്? കാറ്റ്ലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹാവിഷൂർ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹാവിഷൂർ ആണ്. അടുത്ത ചോദ്യം, 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.